ഓക്കെ, നമുക്ക് S3യുടെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? 3 ഇൻറ്റു എ പ്ലസ് ഡി ഈക്വൽ ടു 30 കിട്ടിയിരിക്കുന്നു. ഈ 3യെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ഡി ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 3. നിങ്ങൾക്ക് എന്ത് കിട്ടും? 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. നിസ്സാരമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എ പ്ലസ് ഡി എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? 10 കിട്ടിയിരിക്കുകയാണ്. ഇത് സെക്കൻഡ് ടൈമുമാണ്. അതുകൂടാതെ നിങ്ങളുടെ സമ്മ് കണ്ടപ്പോഴത്തേക്ക് കിട്ടിയ റിസൾട്ടുമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് S7 എടുക്കുക. S7 എത്രയാണെന്ന് നമുക്കറിയാം, 140. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 7/2 ഇൻറ്റു നമ്മുടെ ഏതാ 2a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 140 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 7/2 ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് അതുപോലെ ഇടുക. 2a പ്ലസ് 6d ഈക്വൽ ടു 140 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി അടുത്ത എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു 2നെ പുറത്തെടുക്കാം, ഇവിടുന്ന് 2നെ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. S3യുടെ വാല്യൂ ഞാൻ ഇന്ന് ഇവിടോട്ട് എഴുതിയേക്കാം. S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ പ്ലസ് ഡി ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ ബാലൻസ് ആണ് നമുക്ക് കൊടുക്കുക. 7/2നെ നമുക്കൊന്ന് ചെയ്യാം. ദാ S7 ഈക്വൽ ടു 7/2. കോമൺ ആയിട്ട് 2ൽ നിന്നും 6ൽ നിന്നും നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ 2 പുറത്തെടുത്തു. ഇപ്പം 2ൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എ അവിടെ എഴുതുക. എ പ്ലസ് 6ൽ നിന്ന് 2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 3d. അതായത് നോക്കി, 2 ഇൻറ്റു എ 2a, 2 ഇൻറ്റു 3 6d. കറക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, 140. ഓക്കെ, ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്ത് കിട്ടി? 7 ഇൻറ്റു എ പ്ലസ് 3d ഈക്വൽ ടു 140 കിട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് 7നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നമുക്കറിയാമല്ലോ, 7നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ദാ എ പ്ലസ് 3d ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 140/7 എത്ര? 14. 7 എത്ര വട്ടം നോക്കുക. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. 14 എത്ര വട്ടം? 2 ടൈംസ് 20 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ പ്ലസ് 3d ഈക്വൽ ടു 20 ഇക്വേഷൻ നമ്പർ 2 എന്ന് നോട്ട് ചെയ്യുക.